എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. അപ്പോൾ ഡിഗ്രി 1ഉം 2ഉം ഘട്ട പ്രിലിമിനറി പരീക്ഷകൾ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുന്നു. മലയാള ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 1ാം ഘട്ട പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമേറിയതായിരുന്നു എന്ന് പറയാം. 2ാം ഘട്ടം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം 3ാം ഘട്ടവും അതുപോലെ തന്നെ ലളിതമായിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 15ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചലഞ്ചർ ആപ്പിന്റെ മലയാളം യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, നിഷ്പക്ഷത നിറഞ്ഞ സമീപനങ്ങളാണ് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നത്. ഒരു വാക്യമാണ് എന്താണ്? നിഷ്പക്ഷത നിറഞ്ഞ സമീപനങ്ങളാണ് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നത്. അടിവരയിട്ട പദത്തിന്റെ വിപരീതം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നിഷ്പക്ഷത എന്നുള്ളതിനാണ് അടിവരയിട്ടിരിക്കുന്നത്. അപ്പൊ നിഷ്പക്ഷത എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പരപക്ഷത, ബി എന്ന് പറയുന്നത് സപക്ഷത, സി എന്ന് പറയുന്നത് ഏകപക്ഷത, ഡി എന്ന് പറയുന്നത് എതിർപക്ഷത. നിഷ്പക്ഷത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പക്ഷഭേദമില്ലാതെ, അല്ലേ? പക്ഷം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പക്ഷം എന്ന് പറയുന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ നാനാർത്ഥങ്ങൾ പറയാറുണ്ടല്ലേ, ഒരു പദത്തിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പദമാണ് പക്ഷം എന്ന് പറയുന്ന പദം. പക്ഷം എന്ന് പറയുന്ന പദത്തിന് വശം എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ചിറക് എന്നർത്ഥമുണ്ട്. പക്ഷിയുടെ ചിറക് എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ കൂട്ടം എന്നർത്ഥമുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള അർത്ഥമുള്ള ഒരു പദമാണ് പക്ഷം എന്ന് പറയുന്നത്. ഇവിടെ നിഷ്പക്ഷത എന്ന് പറയുന്നത് പക്ഷഭേദമില്ലാതെ, നിഷ്പക്ഷത പക്ഷഭേദമില്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ പക്ഷഭേദത്തോട് കൂടി എന്ന് പറയുന്ന ഏത് പദമായിരിക്കും? ഏതാണ്? പരപക്ഷതയാണോ, സപക്ഷതയാണോ, ഏകപക്ഷതയാണോ, എതിർപക്ഷതയാണോ? ഏതാണ്? സപക്ഷത എന്നുള്ള പദമാണ് പക്ഷഭേദത്തോടു കൂടി, അല്ലെ? സപക്ഷത, പക്ഷഭേദത്തോടു കൂടി എന്ന് പറയുന്നത്. അപ്പോ നിഷ്പക്ഷത എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് സപക്ഷതയാണ്. സപക്ഷത. ഓക്കെ, ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തത് നേട്ടം, കോട്ടം, പ്രാചി, പ്രതീചി. പ്രാചി എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? പ്രാചി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കിഴക്ക് എന്നാണ് കേട്ടോ. കിഴക്ക്. പ്രാചി കിഴക്ക്. പ്രതീചി പടിഞ്ഞാറ്. പടിഞ്ഞാറ്. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്താണ്? പൂർവം. പൂർവവും കിഴക്ക് തന്നെയാണ്. പൂർവം എന്ന് പറയുന്നതും കിഴക്ക് തന്നെയാണ്. പൂർവത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് പശ്ചിമമാണ്. പശ്ചിമം പടിഞ്ഞാറ്. പശ്ചിമം. ഓക്കെ, അപ്പോ പ്രാചി, പ്രതീചി, കിഴക്ക്, പടിഞ്ഞാറ്, പൂർവം, അതുപോലെ തന്നെ പശ്ചിമം. പശ്ചിമം എന്ന് പറയുന്ന പദം വന്നതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, പുരോഗതിയുടെ വിപരീതം എന്താണ്? പുരോഗതി ഒരിക്കലും അധോഗതി അല്ല. എന്താണ്? പശ്ചാത്ഗതി, അല്ലെ? പശ്ചാത്ഗതിയാണ് എന്താണ്? പുരോഗതി എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം. അതിനുശേഷം അനുഗ്രഹം, നിഗ്രഹം. അനുഗ്രഹിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ലഭിക്കും, അല്ലെങ്കിൽ നിഗ്രഹമായിരിക്കും എന്താ ഫലം. അപ്പൊ അനുഗ്രഹം, നിഗ്രഹം. കുപിതൻ, മുദിതൻ. അതുപോലെ തന്നെ ഋജു, വക്രം വളഞ്ഞത്. ഋജു എന്ന് പറഞ്ഞാൽ നീണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. ഋണം, അനിഋണം. അതുപോലെ തന്നെ ഋതം, അനിഋതം. ശ്രദ്ധിക്കണേ, ഋണം എന്ന് പറഞ്ഞാൽ അനിഋണമാണ് അതിന്റെ വിപരീത പദം. ഋണം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം കടം, അതുപോലെ തന്നെ ബാധ്യത എന്നൊക്കെയാണ്. അനിഋണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമില്ലാത്തത്, ബാധ്യതയില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ഋതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഋതം എന്ന് പറഞ്ഞാൽ സത്യം, ധർമ്മം എന്നൊക്കെയാണ് അർത്ഥം. സത്യം, ധർമ്മം എന്നൊക്കെയാണ് ഋതം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം. വിപരീതം എന്ന് പറയുന്നത് അനിഋതമാണ്. അനിഋതം എന്ന് പറയുന്നത് സത്യമല്ലാത്തത്, ധർമ്മമല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അടുത്തത് അപേക്ഷ, ഉപേക്ഷ. നിരുപാധികം, സോപാധികം. നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാധികളൊന്നുമില്ലാതെ. സോപാധികം, ഉപാധികളോട് കൂടി. നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാധികളൊന്നുമില്ലാതെ.
സോപാധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാധികളോട് കൂടി എന്നുള്ളതാണ്. അധമം ഉത്തമം, ഉന്മീലനം നിമീലനം, കൽപ്പിതം വാസ്തവം. വിപരീതവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം, തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതാണ്. തിന്നത് തീരും കൊടുത്തത് തീരില്ല. ഓക്കെ, തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ ആഹാരത്തിന്റെ മഹത്വം, ബി തീറ്റയും കൊടുക്കലും വെറുതെയാണ്, സി ദാനത്തിന്റെ മഹാത്മ്യം, ഡി ആഹാരം പങ്കിട്ട് കഴിക്കണം എന്നതിനെ പറ്റി. എന്താണ് തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ആഹാരത്തിന്റെ മഹത്വമാണോ അതോ ദാനത്തിന്റെ മഹാത്മ്യമാണോ? എന്താണ്? കൊടുക്കുന്നതിനെ പറ്റിയാണല്ലേ പറയാം. അപ്പൊ ദാനത്തിന്റെ മഹാത്മ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ദാനത്തിന്റെ മഹാത്മ്യം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പഴഞ്ചൊല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അധ്വാനത്തെ പറ്റിയുള്ള 4 ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അധ്വാനത്തെ പറ്റിയുള്ള പഴഞ്ചൊല്ലുകൾ തന്നിട്ടേക്ക്, അതുപോലെ കാർഷിക വൃത്തിയെ പറ്റി അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പഴഞ്ചൊല്ലുകൾ തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യം, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് തന്നെ കാണാറുണ്ട്. എന്താണ്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ? അതായത് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം കഴിക്കാനുള്ള അർഹതയുണ്ട്. അപ്പൊ അധ്വാനിച്ചവന് മാത്രമേ ആഹാരം കഴിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചേറിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ചോറിൽ നമുക്ക് ചോറ് കഴിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ള അർത്ഥത്തിലാണേ. ഓക്കെ, അപ്പം അടുത്തൊരു ചോദ്യം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശരിയായ വിഗ്രഹ രൂപങ്ങൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്ന ശരിയായ വിഗ്രഹ രൂപങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ എന്ന് പറയുന്നത് വേദപാരംഗതൻ. വേദപാരംഗതൻ എന്താണ് വിഗ്രഹ രൂപം തന്നിരിക്കുന്നത്? വേദത്തിൽ പാരംഗതനായവൻ. ഓക്കെ. 2 സ്വത്വാവിഷ്കാരം, സ്വത്വത്തിന്റെ ആവിഷ്കാരം. 3 സന്ധി സംഭാഷണം, സന്ധിക്കു വേണ്ടിയുള്ള സംഭാഷണം. 4 എന്ന് പറയുന്നത് തങ്കക്കുടം, തങ്കമാകുന്ന കുടം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 1ഉം 2ഉം ശരി, 1ഉം 2ഉം 3ഉം ശരി, 1ഉം 2ഉം 4ഉം ശരി, എല്ലാം ശരി. വേദപാരംഗതൻ, പാരംഗതൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പാരംഗതൻ പാരംഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുകര എത്തിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തില് അഗാധത്തിലുള്ള അറിവുള്ള ആളിനെയാണ് നമ്മൾ പാരംഗതൻ എന്ന് പറയുന്നത്. പാരംഗതൻ. അപ്പൊ വേദത്തിൽ പാരംഗതനായവനാണ് വേദപാരംഗതൻ. വേദം എന്ന് പറയുന്ന വിഷയത്തിൽ പാരംഗതനായവൻ, ഏറ്റവും അഗാധമായ അറിവുള്ളവൻ. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒന്നാണ്. 1 ശരിയാണ്. 2 സ്വത്വാവിഷ്കാരം. സ്വത്വാവിഷ്കാരം, സ്വത്വം, ഞാൻ എന്ന ഭാവം, ഞാൻ, സ്വത്വം, സ്വത്വത്തിന്റെ ആവിഷ്കാരമാണ് എന്താണ്? സ്വത്വാവിഷ്കാരം. അടുത്തത് സന്ധി സംഭാഷണം. സന്ധിക്ക് വേണ്ടിയുള്ള സംഭാഷണമാണ് എന്താണ്? സന്ധി സംഭാഷണങ്ങളൊക്കെ നമ്മൾ നടത്തുക എന്ന് പറയാറുണ്ട് അല്ലെ? സന്ധി സംഭാഷണങ്ങൾ. അപ്പോ സന്ധിക്ക് വേണ്ടിയുള്ള സംഭാഷണമാണ് എന്താണ്? സന്ധി സംഭാഷണം. അടുത്തത് തങ്കക്കുടം. എന്താണ്? തങ്കക്കുടം. തങ്കക്കുടം എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹിക്കുമ്പോൾ ഏത് രൂപമാണ് നമുക്ക് കിട്ടുന്നത്? തങ്കമാകുന്ന കുടമാണോ? അല്ല, തങ്കത്താലുള്ള കുടമാണല്ലേ? അതായത് തങ്കം കൊണ്ടുണ്ടാക്കിയ കുടം എന്നുള്ള അർത്ഥത്തിൽ, തങ്കം കൊണ്ട് നിർമ്മിച്ച കുടം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം തങ്കത്താലുള്ള കുടം എന്നുള്ളതാണ് ഏറ്റവും യോജിക്കുന്ന ഒരു വിഗ്രഹാർത്ഥം എന്ന് പറയുന്നത്. എന്താണ്? തങ്കത്താലുള്ള കുടം. തങ്കത്താലുള്ള കുടം. തങ്കത്താലുള്ള കുടം എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള വിഗ്രഹ രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ്. 1ഉം 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് ഇങ്ങനെ കുറച്ച് വിഗ്രഹ രൂപങ്ങൾ നോക്കിയാലോ? ഏതൊക്കെയാണ്? പണപ്പെട്ടി. പണപ്പെട്ടി എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? പണപ്പെട്ടി, പണം വയ്ക്കുന്ന പെട്ടിയാണ് എന്താണ് പറയുന്നത്? പണപ്പെട്ടി. പണപ്പെട്ടി, പണം വയ്ക്കുന്ന പെട്ടി. ശ്ലഷ്ണശിലാശില്പം. ശ്ലഷ്ണശിലാശില്പം, മിനുസമുള്ള ശില എന്നാണ് ശ്ലഷ്ണശില എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ ശ്ലഷ്ണശിലാശില്പം, ശ്ലഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം, അതാണ് ശ്ലഷ്ണശിലാശില്പം.
അതുപോലെ തന്നെ വിദ്യാലയമുറ്റം, വിദ്യാലയത്തിന്റെ മുറ്റമാണ് വിദ്യാലയമുറ്റം. സ്വാതന്ത്ര്യപ്രേമി, സ്വാതന്ത്ര്യത്തെ പ്രേമിക്കുന്നവൻ, സ്വാതന്ത്ര്യപ്രേമി, സ്വാതന്ത്ര്യത്തെ പ്രേമിക്കുന്നവൻ. സുന്ദരദൃഷ്ടി, സുന്ദരമായ ദൃഷ്ടി അല്ലെ, സുന്ദരമായ ദൃഷ്ടിയാണ് സുന്ദരദൃഷ്ടി. ചൂതസായകനാണ്, ചൂതസായകൻ എങ്ങനെയാണ് ചൂതസായകൻ വിഗ്രഹിക്കുന്നത്? ചൂതം സായകമാക്കിയവൻ, ചൂതം സായകമാക്കിയവനാണ് എന്താണ്? ചൂതസായകൻ. സായകം എന്ന് പറയുന്ന പദം എന്താണ്? നമ്മൾ ഈ അടുത്തും ചോദിച്ചതാണ്. സായകം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം, സായകം അമ്പാണ്. അങ്ങനെയാണെങ്കിൽ അമ്പിന് മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ്? അമ്പ്, അമ്പ്, ശരം അല്ലെ, ശരം, ബാണം, അസ്ത്രം, അതുപോലെ തന്നെ വിശിഖം അല്ലെ. സായകം, ശരം, ബാണം, അസ്ത്രം, വിശിഖം ഇവയൊക്കെ തന്നെ എന്താണ്? അമ്പ് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. ഓക്കെ, ഇനി ശാരീരിക ക്ഷമത. ശാരീരിക ക്ഷമത എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? ശാരീരികമായ ക്ഷമത, ശാരീരികമായ ക്ഷമതയാണ് ശാരീരിക ക്ഷമത. മഴക്കോട്ട്, മഴ തടയുന്ന കോട്ട് ആണ് മഴക്കോട്ട്. മഴക്കോട്ട് മഴ തടയുന്ന കോട്ട്. ജയാപജയങ്ങൾ, ജയാപജയങ്ങൾ, ജയവും അപജയവും. അപജയം എന്ന് പറഞ്ഞാൽ പരാജയമാണ്. അപജയം എന്ന് പറയുന്ന പദത്തിനർത്ഥം പരാജയം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അപചയം എന്താണ്? അപചയം, 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 അപജയം എന്ന് പറഞ്ഞാൽ പരാജയമാണ്. അപചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമാണ്, നാശം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നാശം എന്ന് പറയുന്ന അർത്ഥമാണ് അപചയം. അപചയം സംഭവിച്ചു, നാശം സംഭവിച്ചു എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, ഇനി സുഹൃതാമൃതം. സുഹൃതാമൃതം, സുഹൃതമാകുന്ന അമൃതമാണ് സുഹൃതാമൃതം. സുഹൃതാമൃതം, സുഹൃതമാകുന്ന അമൃതം. പൂമ്പൊടി, പൂമ്പൊടി എങ്ങനെയാണ് പൂമ്പൊടി വിഗ്രഹിക്കുക? പൂവിലെ പൊടിയാണ് പൂമ്പൊടി, പൂവിലെ പൊടിയാണ് പൂമ്പൊടി. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഇത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം പക്ഷ്മം. പക്ഷ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. പക്ഷ്മം, പക്ഷ്മം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇടതിങ്ങിയ, മിനുസമുള്ളത്, കൺപീലി, തലമുടി. ഏതാണ് പക്ഷ്മം എന്ന് പറയുന്ന വാക്കിനർത്ഥം? പക്ഷ്മം എന്ന് പറയുന്ന വാക്കിനർത്ഥം കൺപീലി എന്നുള്ളതാണ്. എന്താണ്? കൺപീലി എന്നുള്ളതാണ് പക്ഷ്മം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇമ, ഇമ എന്ന് പറയുന്ന വാക്കും എന്താ പറയുന്നേ? കൺപീലി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദം തന്നെയാണ്. കൺപീലി എന്ന് പറയുന്ന അർത്ഥം വരുന്ന പദം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അപ്പൊ ശരിയായി എഴുതിയിരിക്കുന്ന രൂപം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. 2, ഏതു വിദേശികൾക്കും നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാവും. 3, ആ മലവെള്ളം കുറെ ദിവസം നിന്നു. 4, 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും. 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വാക്യങ്ങൾ? 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. 1, 3 എന്നിവ മാത്രം ശരിയാണ്. 1, 4 എന്നിവ മാത്രം ശരിയാണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നോക്കിയാലോ? ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്തെങ്കിലും ക്രമക്കേടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ബാധ്യസ്ഥൻ എഴുതുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള വാക്യമാണ്. ഇനി ഏതു വിദേശികൾക്കും നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാക്കും. ഏതു വിദേശികൾക്കും എന്ന് പറയേണ്ട കാര്യമില്ല. ഏതു വിദേശിക്കും നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ഒരു തെറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ വാക്യം തെറ്റാണ്. ഇനി ആ മലവെള്ളം കുറെ ദിവസം നിന്നു. ആ മലവെള്ളം കുറെ ദിവസം നിന്നു. ശരിയായിട്ടുള്ള വാക്യം തന്നെയാണ്. ഇനി 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും. 1000 തേങ്ങകൾ എന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല. 1000 തേങ്ങ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതും തെറ്റാണ്. 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള. 1, 3 എന്നിവ മാത്രം ശരിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. തെറ്റായവയാണേ. ഒന്നാമത്തത്
ചതുരൻ ചതുരി. 2 ഇന്ദ്രൻ ഇന്ദ്രാണി. 3 കമിതാവ് കമിത്രി. 4 ബലവാൻ ബലവതി. ഏതാണ്? ചതുരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ചതുരൻ ചതുരി എന്നുള്ളത് ശരിയായിട്ടുള്ള സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി തന്നെയാണ്. ക്ഷമിക്കുക, പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയാണ്. ഇന്ദ്രൻ ഇന്ദ്രാണി ശരിയാണ്. കമിതാവ് കമിത്രി ശരിയാണ്. ബലവാൻ ബലവതി ശരിയാണ്. അപ്പൊ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതെല്ലാം ശരിയാണ്. ഇവയെല്ലാം തന്നെ ശരിയാണ്. തെറ്റായവയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഓപ്ഷൻ വന്നത്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികൾ തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികൾ നോക്കിയാലോ. അപരാധി. അപരാധിയുടെ സ്ത്രീലിംഗ രൂപം എന്താണ്? അപരാധിനി. ഉപാധ്യായൻ ഉപാധ്യായി. കേമൻ കേമി. ആശാൻ ആശാട്ടി. പണിക്കൻ പണിക്കത്തി. ഘാതകൻ ഘാതകയല്ല ഘാതകി ഘാതകി. ഓക്കെ, ചോരൻ ചോരി. നരൻ നാരി. വിരഹി വിരഹിണി. സുമുഖൻ സുമുഖി. ഗവേഷകൻ ഗവേഷിക. ഗവേഷക എന്ന് പറയുന്ന പദമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഗവേഷണം നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന വിഷയത്തിലെ ഗവേഷകയാണ് എന്ന് പറയാറുണ്ട്. ഗവേഷക എന്ന് പറയുന്ന പദം തെറ്റാണ്. പകരം ഗവേഷിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഗവേഷിക. നിരൂപകൻ നിരൂപകയല്ല, നിരൂപകൻ നിരൂപിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. നിരൂപിക. ഓക്കെ, 1-2 കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് മടയൻ. മടയൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? മടയൻ. മടയൻ മടയിയാണ് കേട്ടോ. മടയൻ മടയി. മടയൻ മടയി. അതുപോലെ തന്നെ മടിയനാണെങ്കിലോ? മടിയൻ. മടിയനാണെങ്കിലോ? മടിയനാണെങ്കിൽ മടിച്ചിയാണ് കേട്ടോ. മടിച്ചി. ശ്രദ്ധിക്കണേ. മടയൻ മടയി. മടിയനാണെങ്കിൽ മടിച്ചി. മടിച്ചി. ഓക്കെ, അതുപോലെ തന്നെ പണിക്കൻ പണിക്കത്തി എന്ന് പറയുന്നതിന്റെ കൂടെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു രൂപവും കൂടിയാണ്. എന്താണ്? അടിയൻ. അടിയൻ അടിയൻ അടിയാളത്തിയാണ് കേട്ടോ. അടിയാളത്തി. അടിയൻ എന്ന് പറയുന്ന പുല്ലിംഗ രൂപത്തിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് അടിയാളത്തിയാണ് കേട്ടോ. അടിയൻ അടിയാളത്തി. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പതി, ധവൻ, വരൻ, വല്ലഭൻ. ബി വാരി, ഉദകം, അമ്പു, സലിലം. സി കാമദേവൻ, മദനൻ, മാരൻ, ഹരൻ. ഡി ജായ, കാന്ത, കളത്രം, ദൈത. ഇതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗണം ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഒരേ പദത്തിന്റെ തന്നെ പര്യായങ്ങളാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, പതി ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്. പതി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ തന്നെയാണിവ. ഏതൊക്കെയാണ്? പതി ഭർത്താവ് എന്നർത്ഥം വരുന്ന പദങ്ങള് പതി, ധവൻ, വരൻ, വല്ലഭൻ. ഇത്രയും ഭർത്താവ് എന്നർത്ഥം വരുന്ന പദങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ശരിയാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വാരി. വാരി എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. വാരിതം എന്താണ്? വാരിതം. വാരിതം. വാരിതം മേഘമാണ് അല്ലെ. മേഘമാണ്. വാരിതം മേഘമാണ്. മേഘം. അതുപോലെ തന്നെ ഉദകം. ഉദകക്രിയ ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഉദകക്രിയ ചെയ്യുക, അതായത് മരണാനന്തരം അല്ലെങ്കിൽ മരണത്തിന് ശേഷം നടത്തുന്ന ക്രിയയാണ് ഉദകക്രിയ. നമ്മൾ വെള്ളം കൊടുക്കുന്ന ഒരു കർമ്മത്തിനാണ് ഉദകക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഉദകം വെള്ളം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ അമ്പു. അമ്പു എന്ന് പറയുന്നതും ജലം എന്നുള്ള അർത്ഥത്തിലാണ്. അംബുജം. അമ്പുവിൽ നിന്ന് ജനിക്കുന്നത്. അംബുജം. അംബുജം എന്താണ്? താമര എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അംബുധി. 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 അംബുധി എന്ന് പറഞ്ഞാൽ എന്താണ്? അംബുധി സമുദ്രം എന്നാണ് അല്ലെ. സമുദ്രം. സമുദ്രം എന്നുള്ളതാണ് അംബുധി എന്ന് പറയുന്നത്. അമ്പുവിൽ നിന്ന് അമ്പുവിനെ ധരിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അമ്പുവിനെ ധരിച്ചത്, അതാണ് അംബുധി. സമുദ്രം എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെയാണ് വാരിജം എന്ന് പറയുന്നത്. വാരിജവും എന്താണ്? വാരിയിൽ നിന്ന് ജനിച്ചത് എന്നുള്ള അർത്ഥത്തിൽ താമര എന്ന് പറയുന്ന പദം തന്നെയാണ് അല്ലെ. താമര.
അംബുജം താമര, അതുപോലെ അംബുധി സമുദ്രമാണ്, വാരിതം എന്ന് പറയുന്നത് മേഘമാണ്, വാരിജം താമരയാണ്. അപ്പൊ വാരി, ഉദകം, അമ്പു, അതുപോലെ തന്നെ സലിലം. സലിലം എന്ന് പറയുന്ന പദത്തിന് അർത്ഥവും നീര്, ജലം, വെള്ളം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. സലീലം എന്ന് പറഞ്ഞാൽ എന്താണ്? കളിയോടുകൂടി എന്നുള്ള അർത്ഥത്തിലാണ് സലീലം. ലീല കളിക്കുക എന്ന് പറയുന്ന അർത്ഥമാണ്. ഇനി അടുത്തത് കാമദേവൻ, മദനൻ, മാരൻ, ഹരൻ. കാമദേവന്റെ പര്യായ പദങ്ങൾ തന്നെയാണ് എന്താണ്? മദനനും മാരനും. പക്ഷേ ഹരൻ എന്ന് പറയുന്ന പദത്തിനർത്ഥം ശിവൻ എന്നാണ് കേട്ടോ. ശിവൻ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഹരൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പൊ കാമദേവൻ, മദനൻ, മാരൻ, അതുപോലെ തന്നെ മന്മഥൻ. മന്മഥൻ എന്ന് പറയുന്ന പദവും കാമദേവൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. അല്ല, പഞ്ചശരൻ, 5 ശരമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പഞ്ചശരൻ, അതും കാമദേവന്റെ പര്യായം തന്നെയാണ്. ഇനി അടുത്തത് ജായ, കാന്ത, കളത്രം, ദൈത. ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ, കാന്ത ഭാര്യ, കളത്രം ഭാര്യ, ദൈത ഭാര്യ. അപ്പോ ഇതിനകത്ത് നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാമദേവൻ, മദനൻ, മാരൻ, ഹരൻ എന്നിങ്ങനെയുള്ള ജോഡിയാണ്. കാരണം ഹരൻ എന്ന് പറയുന്ന പദത്തിന് കാമദേവൻ എന്നുള്ള അർത്ഥമില്ല, ശിവൻ എന്ന് പറയുന്ന അർത്ഥമാണ് ഉള്ളത്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നഖശിഖാന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നഖശിഖാന്തം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം, ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നഖശിഖാന്തം ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ അടി മുതൽ മുടി വരെ, ഓപ്ഷൻ ബി ആജീവനാന്തം, സി പ്രതികാര ബുദ്ധിയോടെ, ഡി പല്ലും നഖവും ഉപയോഗിച്ച്. എന്താണ് നഖശിഖാന്തം എന്ന് പറയുന്ന പദത്തിനർത്ഥം? നഖശിഖാന്തം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അടി മുതൽ മുടി വരെ എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെയാണ് ആപാദചൂടം എന്ന് പറയുന്ന പദവും ശൈലിയും. ആപാദചൂടം. നഖശിഖാന്തം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം അടി മുതൽ മുടി വരെ എന്നുള്ളതാണ്. കാരണം നഖം മുതൽ ശിഖം വരെ, ശിഖം കുടുമ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ശിഖം കുടുമ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പം നടി മുതൽ മുടി വരെ എന്നുള്ള അർത്ഥത്തിലാണ് നഖശിഖാന്തം എന്ന് പറയുന്നത്. അതിനോട് സമാനമായിട്ടുള്ള ഒരു ശൈലി തന്നെയാണ് ഈ ആപാദ ചൂടം എന്ന് പറയുന്നത്. ചൂടം എന്ന് പറയുന്ന പദത്തിനർത്ഥവും തലമുടി എന്നാണ്. പാദം മുതൽ മുടി വരെ എന്നുള്ള അർത്ഥത്തിലാണ്. അടി മുതൽ മുടി വരെ, അല്ലെങ്കിൽ പാദം മുതൽ മുടി വരെ എന്നുള്ള അർത്ഥത്തിലാണ് ആപാദ ചൂടം എന്ന് പറയുന്ന ഒരു ശൈലിയും ഉപയോഗിക്കുന്നത്. ആജീവനാന്തം, പ്രതികാര ബുദ്ധിയോടെ, പല്ലും നഖവും ഉപയോഗിച്ചതൊന്നുമല്ല ഉത്തരം. നഖശിഖാന്തം, അടി മുതൽ മുടി വരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ശൈലികൾ നോക്കാം. ഏതാണ്? അജഗര ന്യായം. അജഗര ന്യായം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതിനെയാണ് അജഗര ന്യായം. അജഗര ന്യായം, ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അധര വ്യായാമം, വെറുതെ അധര വ്യായാമം ചെയ്യുക എന്ന് പറയാറുണ്ട്. വ്യർത്ഥമായ സംസാരം, ഒരു ഉപയോഗവുമില്ലാത്ത സംസാരത്തിനെയാണ് അധര വ്യായാമം എന്ന് പറയുന്നത്. അധരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അധരം. ഇനി അധരാനുകമ്പ എന്ന് പറഞ്ഞാലോ? അധരാനുകമ്പ എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ മാത്രമുള്ള ആനുകൂല്യം, അതിനെയാണ്. ചില ആൾക്കാരുണ്ട്, എന്താണ്, വർത്തമാനത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്നേഹവും എന്താണ് ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ടാവും. നേരിട്ട് വരുന്ന സമയത്ത് അത് ഉണ്ടാവുകയില്ല. അതിനെയാണ് നമ്മൾ അധരാനുകമ്പ എന്ന് പറയുന്നത്. അധരത്തിൽ മാത്രം ഒതുങ്ങുന്ന അനുകമ്പ, വാക്കുകളിൽ മാത്രമുള്ള ആനുകൂല്യം, അതാണ് അധരാനുകമ്പ. ആചന്ദ്രതാരം എന്ന് പറഞ്ഞാലോ? എല്ലാ കാലവും, എക്കാലവും എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ കാലവും എന്നുള്ള അർത്ഥത്തിലാണ് ആചന്ദ്രകാലം. ആചന്ദ്രകാലം ജീവിക്കണം, എല്ലാ കാലവും. ഉണ്ടച്ചോറ്റിൽ കല്ലിടുക. ഉണ്ടച്ചോറ്റിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള ശൈലികളൊക്കെ ചോദിക്കുന്നത്. ഉണ്ടച്ചോറ്റിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിക്കുക എന്നാണ് പറയുന്നത്. ഉപ്പുകൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക. ഉപ്പുകൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടുന്നത് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. നീ ഇല്ലാത്ത എൻ്റെ ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടുന്നത് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഉപ്പില്ലാത്ത കഞ്ഞി. ഇനി എട്ടാം പൊരുത്തം. എട്ടാം പൊരുത്തം എന്ന് പറയുന്നത് യോജിപ്പില്ലായ്മയെ സൂചിപ്പിക്കുന്ന ഒരു ശൈലിയാണ് എട്ടാം പൊരുത്തം എന്ന് പറയുന്ന ശൈലി. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം നോക്കാം. മുക്തകണ്ഠം എന്ന പദത്തിന്റെ അർത്ഥം. മുക്തകണ്ഠം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. മുക്തകണ്ഠം. കണ്ഠം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കണ്ഠം. കണ്ഠം കഴുത്താണല്ലേ, കഴുത്ത്.
അതുപോലെ തന്നെ കന്ധരവും കഴുത്ത് തന്നെയാണ് അല്ലെ, കന്ധരവും കഴുത്ത് തന്നെയാണ്. ഓക്കെ, മുക്തകണ്ഠം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം ഓപ്ഷൻ എ ഉറക്കെ, ബി പതുക്കെ, സി കണ്ഠം ഇടറി, ഡി കണ്ഠത്തെ മുള്ളുപോലെയാക്കി. മുക്തകണ്ഠം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഉറക്കെ എന്നുള്ളതാണ് കേട്ടോ. ഉറക്കെയാണ് മുക്തകണ്ഠം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ശരിയായി ചേർത്ത് എഴുതിയവ തിരഞ്ഞെടുക്കുക. ശരിയായവ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത് അധികം ശിഷ്ടം ഉച്ഛിഷ്ടം, മനഃ അധികം താപം മനസ്താപം, സു അധികം ആഗതം സ്വാഗതം, പ്രതി അധികം അക്ഷം പ്രതിപക്ഷം. ഓപ്ഷൻ എ എല്ലാം ശരി, 1, 2, 3 ശരി, 1, 2, 4 ശരി, 2, 3 മാത്രം ശരി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഉച്ഛിഷ്ടം എന്ന് എഴുതുന്നത് ഉത് അധികം ശിഷ്ടമാണോ? അതെ, ഉത് അധികം ശിഷ്ടമാണ് ഉച്ഛിഷ്ടം. മന അധികം താപം മനസ്താപം, ശരിയായിട്ടുള്ളത് തന്നെയാണ്. സ്വാഗതം എന്ന് പറയുന്നത് സു അധികം ആഗതം തന്നെയാണ് സ്വാഗതം. പ്രതി അധികം അക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്നാണോ? പ്രത്യക്ഷമാണ് കേട്ടോ. പ്രതി അധികം അക്ഷം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷം, പ്രതി അധികം അക്ഷം പ്രത്യക്ഷം. അപ്പൊ 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1, 2 കാര്യങ്ങൾ ഇവിടെ നോക്കിയാലോ. എന്താണ്, നമ്മൾ ഈ അടുത്ത പരീക്ഷയ്ക്ക് വരെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത് അധികം ശ്വാസമാണ് ഉച്ഛ്വാസം, ഉത് അധികം ലംഘനം ഉല്ലംഘനം, ഉത് അധികം സ്ഥാനം ഉദ്ധാനം, ഉത് അധികം ഘാടനം ഉദ്ഘാടനം. അതുപോലെ തന്നെ മന അധികം ബലം മനോബലം, മനഃ അധികം ബലമാണ് മനോബലമായിട്ട് മാറുന്നത്. മന അധികം ദുഃഖം മനോദുഃഖം, മന അധികം വിജ്ഞാനം മനോവിജ്ഞാനം, മന അധികം സാക്ഷി മനസാക്ഷി. അതുപോലെ തന്നെ സത് അധികം ആചാരമാണ് സദാചാരം, സത് അധികം ആചാരം സദാചാരം, സത് അധികം ചരിതം സച്ചരിതം, സത് അധികം ജനം സജ്ജനം, സത് അധികം ഭാവം സദ്ഭാവം. അതുപോലെ തന്നെ മഹച്ചരിതം, മഹച്ചരിതം അല്ലേ, മഹച്ചരിതം. മഹത് അധികം ചരിതമാണ് എന്താണ്? മഹച്ചരിതമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ സത് അധികം ചരിതമാണ് സച്ചരിതം. അപ്പൊ അത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം ഏത് എന്നുള്ളതാണ്. ഇത് മുന്നേ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, പക്ഷെ അതിനകത്തൊരു പെശകുണ്ട്. നമ്മൾ വാക്യം അതുപോലെ തന്നിട്ട് അത് ശരിയായിട്ട് എഴുതിയിരിക്കുന്ന രൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കാം. എന്താണ്? ഓപ്ഷൻ എ കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്, ബി ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, സി പ്രയാസമാണ് കാണാൻ ഇരുട്ടത്ത്, ഡി ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ. ശരിയായി എഴുതിയിരിക്കുന്ന വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആ ചെവി കേൾക്കാൻ കണ്ണു കാണാൻ എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ കണ്ണുകൊണ്ട് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്, ചെവി കൊണ്ടാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കേൾക്കാൻ കാണാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. കണ്ണു കാണാൻ എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ കണ്ണ് കാണാൻ. ചെവി കേൾക്കാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. പക്ഷെ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ണു കാണാൻ എന്ന് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, അത്ര മതിയാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം അല്ലെങ്കിൽ പദങ്ങൾ ഏത്? പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അഭ്യസ്ത വിദ്യൻ, പലായനം, അല്ലെങ്കിൽ തിരച്ചീനം. ഇതിനകത്ത് തെറ്റായ പദം അല്ലെങ്കിൽ പദങ്ങൾ ഏത് എന്നുള്ളതാണ്. 1 മാത്രം, 3 മാത്രം, 4 മാത്രം, അതുപോലെ തന്നെ 1ഉം 4ഉം. അഭ്യസ്ത വിദ്യൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണോ? അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ എന്ന് പറയുന്നത് ശരിയായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അഭ്യസ്ത വിദ്യൻ, ഈ സ്ത എന്ന് പറയുന്നത് തെറ്റായ രൂപമാണ്. അഭ്യസ്ത വിദ്യൻ എന്നെഴുതുന്ന ശരിയായ രൂപം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ പാലായനം എന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കാറുള്ളത്. പാലായനം ചെയ്തു എന്നുള്ളതാണ്, അത് തെറ്റായ രൂപമാണ്. ഈ പലായനം തന്നെയാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ അല്ലെങ്കിൽ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ, അല്ലേ, രൂപമാണ് ഉള്ളത്. അല്ലെങ്കിൽ
എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ തിരച്ചീനം. തിരച്ചീനം എന്ന് പറയുന്ന പദമുണ്ട്. തിരച്ചീനം. തിരച്ചീനം. തിരച്ചീനം എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ ഛായ ആണോ എന്ന് നമുക്ക് സംശയം വരും. പക്ഷെ തിരച്ചീനം എന്ന് എഴുതുന്നത് ഈ ഷായും ഛായും കൂടെ ചേർന്ന ഈ ഒരു രൂപം തന്നെയാണ്. അപ്പൊ ഇവിടെ ഒന്ന് മാത്രമാണ് തെറ്റായി വന്നിരിക്കുന്നത്. ബാക്കി 3 പദങ്ങളും എന്താണ്? ശരിയായിട്ടുള്ള പദങ്ങൾ തന്നെയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് തെറ്റ് വരുത്തുന്ന 1-2 പദങ്ങളൂടെ ഒന്ന് നോക്കി പോവാം. ഒന്നെന്ന് പറയുന്നത് സ്ഥാ വരുന്ന പദങ്ങൾ. നമ്മളവിടെ അഭ്യസ്ത വിദ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ സ്ഥാ ഉപയോഗിക്കുന്ന സായും തത്തയുടെ തായും ഉപയോഗിക്കുന്ന രൂപങ്ങൾ അത് നോക്കിയാലോ. വ്യത്യസ്തം. അതുപോലെ തന്നെ അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അസ്ഥി എന്നുള്ള ഈ ഒരു രൂപം ഉപയോഗിച്ച് കാണാറുണ്ട്. അല്ല, അസ്ഥിവാരം എന്ന് എഴുതുന്നത് ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അസ്തമയം. അസ്തമനം അല്ല, അസ്തമയമാണ്. അസ്തമയം. പ്രശസ്തി. അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യൻ. അതുപോലെ തന്നെ വിശ്വസ്തത. വിശ്വസ്തത എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഈ ഇത്തരത്തിൽ എഴുതുന്ന ഒരു രീതിയാണ് നമ്മൾ ഉച്ചരിക്കുന്ന. വിശ്വസ്തത എന്നാണ് നമ്മൾ എപ്പോഴും ഉച്ചരിച്ച് കാണാറുള്ളത്. അത് തെറ്റായിട്ടുള്ള രൂപമാണ്. വിശ്വസ്തതയോടെ ഈ രൂപമാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ വ്യത്യസ്തൻ, വ്യത്യസ്തർ എന്ന് എഴുതുന്നതും ഈ ഒരു രൂപത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ വിസ്തീർണം. ഇതെല്ലാം തന്നെയും ഈ സായും തത്തയുടെ തായും ചേർന്നിട്ടുള്ള രൂപമാണ്. അതുപോലെ തന്നെ വായനാശാല, വായനാ ദിനം എന്നിങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മൾ ദീർഘിപ്പിച്ചും ചില സാഹചര്യങ്ങൾ ചുരുക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാലക്രമേണ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. പക്ഷെ ശരിയായ രൂപം എന്ന് പറയുന്നത് വായനശാല. വായനശാല അത്ര മതിയാവും. വായന ദിനം, നമ്മൾ വായനാ ദിനത്തോടനുബന്ധിച്ച് എന്നൊക്കെ പറയാറുണ്ട്. വായന ദിനം. അതുപോലെ തന്നെ ഗീതാഗോവിന്ദം എന്ന് പറയാറുണ്ട്. ഗീതഗോവിന്ദം അത്രയും മതിയാവും. അതുപോലെ തന്നെ അതാത് കാലങ്ങളിൽ എന്നൊക്കെ അതാത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതാത് എന്ന് ഉപയോഗിക്കേണ്ട. അതത്. അതത്. അതത് കാലങ്ങളിൽ അതത് എന്നുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ പന്തയം. പന്തായം വെച്ചു. പന്തായം വെച്ചു എന്ന് പറയാറുണ്ട്. വേണ്ട, അത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ തെറ്റായ രൂപങ്ങളാണ്. ദീർഘിപ്പിച്ച രൂപങ്ങൾ. പന്തയം. പന്തയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ കേരള പോലീസ്, കേരള സർക്കാർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതും തെറ്റായിട്ടുള്ള രൂപം തന്നെയാണ്. കേരള പോലീസ്, കേരള സർക്കാർ എന്നൊക്കെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇത്രയും നാൾ ശീലിച്ചിരുന്നത് കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ദീർഘരൂപം അവിടെ വേണ്ട. കേരള പോലീസ്, കേരള സർക്കാർ എന്ന് മതിയാവും. ഇനി വായ്പാ നയം. വായ്പാ നയം എന്ന് ഉപയോഗിക്കാറുണ്ട്. വായ്പ നയം എന്നുള്ളതാണ് ശരിയായ രൂപം. വാർത്താ നേരം എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വാർത്താ സന്ധ്യ, വാർത്താ നേരം എന്നൊക്കെ നമുക്ക് പ്രോഗ്രാമുകൾ തന്നെ ഉണ്ട്. അല്ല, വാർത്ത നേരം അത് മതിയാവും. വാർത്ത എന്ന് പറയുന്ന ദീർഘിപ്പിച്ച രൂപം വേണ്ട. അപ്പൊ എന്താണ്? വായനശാല, ഗീതഗോവിന്ദം, അതത്, പന്തയം, കേരള പോലീസ്, വായ്പ നയം, വാർത്ത നേരം. ഇതൊക്കെ ഹ്രസ്വരൂപത്തിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ആന്ന് ചേർത്ത് ദീർഘിപ്പിക്കേണ്ട കാര്യം ഇല്ല. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് ഈച്ഛ. ഈച്ഛ വരുന്ന ഷായും ഷായും കൂടെ ചേർന്ന് വരുന്ന ഈ രൂപം ഉപയോഗിക്കുന്ന പദങ്ങള് നിശ്ചയം, വൃശ്ചികം, പശ്ചിമം, ആശ്ചര്യം, പശ്ചാത്താപം, പ്രായശ്ചിത്തം. ഇതൊക്കെ ഷായും ഷായും കൂടെ ചേർന്ന് വരുന്ന ഈ ഒരു രൂപം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഛായും കൂടെ ചേർന്ന് വരുന്ന രൂപം ഉപയോഗിക്കുന്ന എന്താണ്? ജീവച്ഛവം. നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഈ 2 കാര്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ. ഇപ്പൊ ജീവച്ഛവം, വിദ്യുത് ശക്തി, ഐച്ഛികം, ഉച്ഛിഷ്ടം, വിച്ഛേദിക്കുക, യാദൃശ്ചികം. ഈ യാദൃശ്ചികം നമ്മൾ ഇച്ചിരി കുഴപ്പിക്കാറുണ്ട്. യാദൃശ്ചികം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യാദൃശ്ചികം എന്ന് പറഞ്ഞിട്ട് ഷായും ഷായും കൂടെ ചേർത്ത് എഴുതുന്ന ഈ രൂപമാണ് ഇവിടെ വരിക എന്ന് തോന്നാറുണ്ട്. പക്ഷെ യാദൃച്ഛികമാണ് കേട്ടോ. യാദൃശ്ചികമല്ല, യാദൃച്ഛികം. അതുപോലെ തന്നെ ഉച്ഛ്വാസം. ഉച്ഛ്വാസം, അധികം ശ്വാസമാണ് ഉച്ഛ്വാസം എന്ന് പറയുന്ന പദമായിട്ട് മാറുന്നത്. അപ്പം ഉച്ഛ്വാസം, യാദൃശ്ചികം, വിച്ഛേദിക്കുക, ഉച്ഛിഷ്ടം, ഐച്ഛികം, വിദ്യുത് ശക്തി, ജീവച്ഛവം എന്നിവയൊക്കെ ഛായും കൂടെ വരുന്ന രൂപമാണ്. അതുപോലെ തന്നെ ഇച്ഛ വരുന്ന രൂപങ്ങളാണ് ഇവ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്തൊരു ചോദ്യം, തിരുമുൽ കാഴ്ച എന്ന പദം പിരിച്ചെഴുതുക. തിരുമുൽ കാഴ്ച. തിരുമുൻ അധികം കാഴ്ച, തിരുമുൽ അധികം കാഴ്ച, തിരുമുൽ അധികം ആഴ്ച, തിരുമുൽ അധികം കാഴ്ച. ഇവിടെ തിരുമുൻ അധികം കാഴ്ചയാണ് തിരുമുൽ കാഴ്ച എന്ന് പറയുന്ന പദമായിട്ട് മാറുന്നത്. തിരുമുൻ അധികം കാഴ്ചയാണ് തിരുമുൽ കാഴ്ച. അതുപോലെ സമാനമായിട്ടുള്ള കുറച്ച് പദങ്ങളൂടെ ഒന്ന് നോക്കിയാലോ? പൊൻ അധികം കതിറാണ് പൊൽക്കതിർ. ഓക്കെ, പൊൻ അധികം കതിർ പൊൽക്കതിർ, പൊൻ അധികം തിങ്കൾ പൊൽത്തിങ്കൾ, പൊൻ അധികം കുടം പൊൽക്കുടം, പിൻ അധികം കാലം പിൽക്കാലം, തൻ അധികം കാലം തൽക്കാലം, കൽ അധികം മതിൽ കന്മതിൽ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. അതുപോലെ തന്നെ നൽ അധികം മായാണ് നന്മയായിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നകാരം ലകാരമായിട്ട് മാറുന്നു. ചേർത്തെഴുതുന്ന രൂപത്തില് നകാരം, ദാ ഇവിടെ എല്ലാം വരുന്ന നകാരങ്ങള് ഇവിടെ ലകാരമായിട്ട് മാറുന്നു. ഇവിടെ നേരെ ലകാരം നകാരമായിട്ട് മാറുന്നു. അതായത് നൽ അധികം മായാണ് നന്മ, നന്മ. തിൽ അധികം മായാണ് തിന്മ. അതുപോലെ തന്നെ നെൽ അധികം മണിയാണ് നെന്മണി. നെൽമണി അല്ല, നെന്മണി. അതുപോലെ തന്നെ മേൽ അധികം മായാണ് മേന്മ. ഓക്കെ, അതുപോലെ തന്നെ പെരും അധികം പറ പെരുമ്പറ. പെരും അധികം പറ പെരുമ്പറ. പെരും അധികം നാൾ പെരുന്നാൾ. പെരും അധികം തച്ചൻ പെരുന്തച്ചൻ. വാഗ് അധികം വാദം വാഗ്വാദം. വാഗ് അധികം ദേവി വാഗ്ദേവി. വാഗ് അധികം ഈശൻ വാഗീശൻ. വാഗ് അധികം മയം വാഗ്മയം. ഇപ്പോൾ പെട്ടെന്ന് ഓർത്ത കുറച്ച് പദങ്ങളുടെ ചേർത്തെഴുതിയ രൂപങ്ങളോട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പൊ അവയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തർജിമയാണ്. ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു. നമ്മുടെ ഇപ്പം കഴിഞ്ഞ 2 പരീക്ഷകളിലും ഫേസ് 1ലും ഫേസ് 2ലും ഇതാണ് തർജിമയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും അത് പ്രതീക്ഷിക്കാം. ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ, ഐ റെക്കമെൻഡഡ് ദിസ് മെമ്മോറാണ്ടം ഫോർ ബെറ്റർ ആക്ഷൻ. ബി, ഐ ഫോർവേഡ് ദിസ് റിക്വസ്റ്റ് ഫോർ ഫർദർ ആക്ഷൻ. I submit this memorandum for further action. D, I submit this memorandum for immediate action. എന്താണ് നമ്മുടെ ചോദ്യം? ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു. അപ്പൊ തുടർ നടപടി എന്ന് പറയുന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന നമ്മുടെ ഇംഗ്ലീഷ് പദം ഏതാണ്? തുടർ നടപടി എന്ന് പറയുന്നത് എന്താണ്? ഫർദർ ആക്ഷൻ ആണ് അല്ലേ? ഫർദർ ആക്ഷൻ, ഫർദർ ആക്ഷൻ, തുടർ നടപടി, ഫർദർ ആക്ഷൻ, ഇനിയുള്ള നടപടിക്ക് വേണ്ടിയിട്ട് ഫർദർ. അപ്പം ഐ സബ്മിറ്റ്, സമർപ്പിക്കുക എന്ന് പറയുന്ന പദത്തിന് നമ്മൾ പകരം ഉപയോഗിക്കുന്നത് ഐ സബ്മിറ്റ് ആണ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കൈമാറുക എന്നുള്ള അർത്ഥത്തിലാണ് ഫോർവേഡ്. അപ്പോൾ ഫോർവേഡ് എന്ന് പറയുന്ന പദം വരില്ല. സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്താണ്? സമർപ്പിക്കുക എന്ന് പറയുന്ന പദത്തിനർത്ഥം. അപ്പോൾ ഐ സബ്മിറ്റ് ദിസ് മെമ്മോറാണ്ടം ഫോർ ഫർദർ ആക്ഷൻ എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അവസാനത്തെ ചോദ്യമാണേ. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏത് എന്നുള്ളതാണ് ചോദ്യം. വചനപ്രത്യയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഉൻ, ഉൻ. ഓപ്ഷൻ ബി കൾ, ഓപ്ഷൻ സി ഊ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അല്ലേ? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന പദത്തിലെ വചനപ്രത്യയം. ഇവിടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന പദത്തിലെ വചനപ്രത്യയം എന്ന് പറയുന്നത് കൾ എന്നുള്ളതാണ്. വചനവുമായിട്ട് ബന്ധപ്പെട്ട് അർ മാർ കൾ, അല്ലേ? അർ മാർ, അർ മാർ കൾ എന്നിവയാണ് നമ്മുടെ ബഹുവചന പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഏകവചനം ബഹുവചനം എന്നിങ്ങനെ 2 വചന രൂപങ്ങളാണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം. ഏകവചനത്തിന് പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല. ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ് അർ മാർ കൾ എന്നിവ. ഇപ്പൊ കുട്ടികൾ അല്ലെങ്കിൽ അവർ, അവന്മാർ എന്ന് പറയുന്നതെല്ലാം ഒന്നിലധികം ആൾക്കാരെ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് അർ മാർ കൾ എന്നിവ. ഇവിടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് കൾ എന്ന് പറയുന്ന പ്രത്യയമാണ് അവിടെ കൂടെ വന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബഹുവചനങ്ങളെ പ്രധാനമായിട്ടും സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെ 3ആയിട്ട് വിഭജിക്കാറുണ്ട്. പൂജക ബഹുവചനം എപ്പോഴും ഏകവചന രൂപമായിരിക്കും. പക്ഷേ നമ്മൾ ബഹുമാന സൂചകാർത്ഥം എന്താണ് അർമാർ കൾ തുടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങൾ ചേർക്കുന്നു. ഗുരുക്കൾ, എന്താണ് അവർകൾ എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സലിംഗ ബഹുവചനവും അലിംഗ ബഹുവചന രൂപങ്ങളും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ
വരാനിരിക്കുന്ന 3ാം ഘട്ട പ്രിലിമിനറി പരീക്ഷയ്ക്ക്, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് സഹായകമെന്ന് തോന്നുന്ന ഒരു 15ഓളം മലയാള ചോദ്യങ്ങളായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി 3ാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹായകമാകുന്ന തരത്തിലുള്ള ഒരു 15ഓളം ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു മലയാള ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രയോജനമാകുമെന്ന് കരുതുന്നു. 2ാം ഘട്ട പരീക്ഷയെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ 10 മാർക്കും നേടാനായിട്ട് സാധിക്കുന്ന വിധം ഒരു പരീക്ഷ ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നു. ഇതെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇടുന്ന ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സൗജന്യമായി തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.